നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം അനിഴം നക്ഷത്രത്തെക്കുറിച്ചാണ്. അനിഴം നക്ഷത്രക്കാരുടെ 2026 വർഷത്തെ മാർച്ച് 1 മുതൽ 15 വരെ ഇവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ചില ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യൻ ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങളാണ്. ഇത് അറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ അനിഴം നക്ഷത്രക്കാരുടെ ഒരു ഫലം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്കീർത്തിയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുന്നത് മൂലം നിങ്ങളുടെ പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ കഴിവുകളൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കാം. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ ഒരു പ്രവൃത്തി മൂലം നിങ്ങൾക്ക് ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ്, നിങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അങ്ങനെ ഒരു പ്രശസ്തിയിലേക്കൊക്കെ നിങ്ങൾ ചെന്ന് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കടമൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് വീട്ടുവാനൊക്കെ സാധിക്കുന്നതാണ്. ലോണുകളൊക്കെ വീട്ടുവാനുള്ള ഒരു സാഹചര്യമൊക്കെ നിങ്ങൾക്കുണ്ടായി വരുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ്. അത്ഭുതകരമായിട്ടുള്ള ഒരു നേട്ടമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. പരീക്ഷാധികാരങ്ങളിലൊക്കെ ഉന്നത വിജയം നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലൊക്കെ സൗഖ്യം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സന്താനങ്ങൾ ഉള്ളവർക്ക് സന്താനങ്ങൾ മൂലവും സത്കീർത്തി ഉണ്ടാവുന്നുണ്ട്. സന്താനങ്ങളുടെ ചില പ്രവർത്തികൾ മൂലം നിങ്ങൾക്ക് സത്കീർത്തിയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് അനിഴം നക്ഷത്രക്കാർക്ക് വാഹന ഭാഗ്യവും വന്നു ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവാഹ ഭാഗ്യവും വന്നു ചേരുന്നുണ്ട്. അനിഴം നക്ഷത്രക്കാര് പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക. വിവാഹം ആകാതെ ഒരുപാട് കാലമായിട്ട് നടക്കുന്ന ആളുകൾ ഈ മാർച്ച് 1 മുതൽ 15 തീയതി വരെ ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നതാണ്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യം വെറുതെ കേട്ട് കളയരുത്. ഈ സമയത്തൊന്ന് പരിശ്രമിക്കുക. അതുപോലെ തന്നെ ഭവനത്തിന്റെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രങ്ങളുടെ സ്ഥാനമെല്ലാം കൃത്യമായി വരികയും എല്ലാം പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരികയും ചെയ്യുന്നതാണ്. ഈ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രവൃത്തികൾക്കെല്ലാം ഒരു എളുപ്പം, ഒരു വേഗത കൈവരിക്കാൻ നമ്മൾക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായ ദിശയിലേക്ക് മാത്രമേ ഈ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പോവുകയുള്ളൂ. ഒരിക്കലും തെറ്റായ രീതിയിലേക്ക് നമ്മൾക്ക് പോകാൻ കഴിയുകയില്ല. തെറ്റായ രീതിയിലേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അത് മാറി പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. അതുകൊണ്ട് നമ്മളുടെ സമയത്തെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വിജയിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും വളരെ നല്ലൊരു സമയമാണ്. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഒരു സമയമാണ്. ബിസിനസ്സിലൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലൊരു സമയമാണ്. പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാനും ബിസിനസ് വിപുലപ്പെടുത്താനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഈ അനിഴം നക്ഷത്രക്കാരെ ഒരു പ്രണയത്തിലൊക്കെ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരാൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. സേനകളിലൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് സേനകളിലൊക്കെ പോകാനായിട്ട്, പോലീസ്, പട്ടാളം അതുപോലുള്ള സേനകളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ സമയത്തൊന്ന് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ വളരെ മുന്നേറ്റമാണ് കാണുന്നത്. കൃഷിയിലൂടെ വളരെ മുന്നേറ്റം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. കോടതി വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് മുന്നേറ്റമാണ് കാണുന്നത്. ചുരുക്കി പറഞ്ഞാല് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മാർച്ച് 1 മുതൽ 15 വരെ വളരെ നല്ല സമയമാണ്. പക്ഷേങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, സാമ്പത്തികപരമായിട്ടും നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ്. സമ്പത്ത് നിങ്ങൾക്ക് ഒന്നിലധികം സ്രോതസ്സിലൂടെ വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ അനിഴം നക്ഷത്രക്കാർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ വിജയം വരുമ്പോൾ നിങ്ങൾ അതിൽ അഹങ്കരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ടാകാൻ, തലക്കനമൊക്കെ ഉണ്ടാകുക എന്ന് പറയില്ലേ, അതുപോലെ ഒരു തലക്കനമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത്രയും കാലം നിങ്ങളെ സഹായിച്ച ആളുകളെ നിങ്ങൾ മറന്നു പോകാതിരിക്കുക. എല്ലാവരോടും ഭവ്യതയോടെ പെരുമാറുക. സഹജീവികളോട് കരുണ കാണിച്ച് മുന്നോട്ട് പോകുക. നമ്മൾ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല, എങ്കിലും അനിഴം നക്ഷത്രത്തിലുള്ള ചില ആളുകൾക്ക് ഒരു അഹംഭാവം പിടിപെടാനുള്ള സാധ്യത ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് സൂചനയിൽ കാണുന്നുണ്ട്. അതുമൂലം നിങ്ങൾക്ക് നാശമേ ഉണ്ടാകുകയുള്ളൂ, ഉയർച്ച ഉണ്ടാവില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. കൂടാതെ
സൂര്യഭഗവാനെ സ്മരിക്കുന്നത് വളരെ നല്ലതാണ്. പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ആവാഹിച്ചെടുക്കാൻ കൂടുതൽ ഉപകാരപ്രദമാകുന്നതാണ്. അതുപോലെ തന്നെ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഭിചാര ക്രിയകളൊക്കെ നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ണേറൊക്കെ നിങ്ങൾക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകുന്നതാണ്. നിങ്ങൾക്ക് കുടുംബക്ഷേത്രമൊക്കെ അറിയാമെങ്കിൽ കുടുംബക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകുന്നത് വളരെ നല്ലതാണ്. ദേവീക്ഷേത്രത്തിലൊക്കെ പോകുന്നതും വളരെ നല്ലതാണ്. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ദൈവത്തിൽ പ്രാർത്ഥിച്ച് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പ്രാർത്ഥനയിൽ മുഴുകി മുന്നോട്ട് പോവുക. പക്ഷെങ്കിൽ പ്രാർത്ഥന കൈവെടിയരുത്, അഹങ്കാരം ഉണ്ടാവരുത്. ഈ 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അനിഴം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസം പകുതി വരെ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.